പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവന അമിത്ഷായുടേത് മാത്രമായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കഴിഞ്ഞ ദിവസം വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായ ചില ആക്ഷേപങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെ ഈ അവസരത്തിൽ കുറ്റപ്പെടുത്താനുള്ള ഒരു ആയുധമായാണ് അമിത്ഷാ ഈ ദുരന്തത്തെ പോലും കാണുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അമിത്ഷായുടെ പാർലമെന്റിലെ പ്രസ്താവന. ഇപ്പോൾ അമിത്ഷായ്ക്ക് കൃത്യവും വ്യക്തവുമായ മറുപടിയുമായി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നിരിക്കുകയാണ്. വസ്തുതകൾ നിരത്തി അമിത്ഷായുടെ എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചെയ്തത്. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ AKG സെന്ററിൽ വെച്ച വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഇതിനിടയിൽ കേന്ദ്ര മന്ത്രി അമിത്ഷായുടെ പ്രസ്താവന മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവന അമിത്ഷായുടേത് മാത്രമായിരുന്നു. പരസ്പരം യോജിച്ചു നിന്ന് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവൻ കണ്ടെത്താനും ഓരോരുത്തരെയും മണ്ണിനടിയിൽ നിന്നുൾപ്പെടെ നദിയിൽ നിന്നുൾപ്പെടെ വീണ്ടെടുക്കാനും സാധിക്കേണ്ട സമയത്ത് ഇത്തരം തെറ്റായ സമീപനങ്ങൾ ആരെയും സഹായിക്കുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാം. ദുരന്തമുണ്ടായ ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പ്രയോഗിച്ചത്. അതായത് 115 മില്ലിമീറ്ററിനും 204 മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ആദ്യത്തെ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത 24 മണിക്കൂറിൽ 372 മില്ലിമീറ്ററും മഴയാണ് അവിടെ പെയ്തത്. ആ പ്രദേശത്ത് വലിയ രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ് ലഭിച്ചത്. അതായത് 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ പെയ്തു എന്നർത്ഥം. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷകരുടെ കണക്കിനെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് പോലും ഇല്ലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഉരുൾപൊട്ട് ഭീതിജനകമായ രീതിയിൽ ഉണ്ടായതിന് ശേഷമുള്ള രാവിലെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യഥാർത്ഥത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് കേന്ദ്ര ഏജൻസിയായ ഈ സ്ഥാപനം ജൂലൈ 23 മുതൽ 28 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ദിവസം പോലും
അതിശക്തമായ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. ജൂലൈ 29 ഉച്ചക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ വയനാട് ജില്ലക്ക് ഓറഞ്ച് അലർട്ടാണ് അവർ പ്രഖ്യാപിച്ചത്. അവരും ഉരുൾപൊട്ടിയതിന് ശേഷമാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2 മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലർട്ടാണ് നൽകിയത്. 30-നും 31-നും അതുതന്നെയായിരുന്നു അവസ്ഥ. കേന്ദ്ര സർക്കാർ ഏജൻസിയായ കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട മറ്റൊരു സ്ഥാപനം. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇവിടെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള സർക്കാർ മുൻകൂട്ടി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ NDRFൻ്റെ സഹായം വേണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ NDRF നേരത്തെ തന്നെ ഇവിടെ എത്തിയത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ്. മാത്രമല്ല, റെഡ് സോണിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഇടങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘാതം, അപകടങ്ങൾ കുറക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തം നടന്ന ഈ പ്രദേശത്തിൻ്റെ പ്രഭവ കേന്ദ്രം മാറ്റിപ്പാർപ്പിച്ചെടുത്തു നിന്നും ഏതാണ്ട് 6-7 കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദുരന്തം ഒഴിവാക്കാൻ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെ ലോകമെമ്പാടും ഒന്നായി നേരിടുന്നതിനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത്. അത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും.